நீ என்னோட புது ஸ்டாஃப். ஆமா சார். இன்னிலிருந்து எனக்கு எல்லா ஐஸ்வர்யവും உன்னாலதான் கிடைக்கணும். கண்டிப்பா. புரிஞ்சுதா? நீ என்னோட புது ஸ்டாஃப் தானே. ஒரு செல்ஃபி எடுக்கலாம். பாரு கோவலும் கண்ணகையும் மாதிரி. என்ன மாச்சு? மாச்சஸ் ப்ளீஸ். மாச்சா இருக்கா? அதல்ல இதொன்னு கத்திக்க. யோ ஜவுளி கடையில வந்து தீப்பெட்டி கேக்குறியா? போய் அவளையே என்ன கிண்டல் பண்றேன்னு நினைச்சியா? யாருன்னு நினைச்சே? ராஸ்கல் அறிவு கட்ட முண்டம். இது யாரு? வாங்க சார், വാങ്ങ. ജുബ വേണമോ വേസ്റ്റ് വേണമോ വാങ്ങ സാർ. എനിക്ക് കുട്ടികളുടെ ഡ്രസ്സാണ് വേണ്ടത്. ഓ പസങ്ങളുടെയാ? വസന്തി കാമിക്ക് സാർ. അല്ല വേണം, ഞാനേ കാമിക്കണം സാർ. അണ്ണാച്ചി അത്രയും കാമിക്കണ്ട. എന്നെ സാർ ഒന്നുമേ ഇല്ല സാർ, പുതുപ്പെണ്ണ് എതും തെരിയാത്. അല്ല അണ്ണാച്ചി ഇത് പുതിയ കടയാണോ? ஆமா சார், கடவுள் கனிவாலே 3 வாரம் ஆச்சு சார். நான் முதல்ல இன்ஸ்டால்மெண்ட் சிட்டி வட்டி அந்த மாதிரி எல்லாம் போயிட்டு இருந்தேன். இப்ப அண்ணா அம்மா கனிவாலே இந்த மாதிரி எல்லாம் ஒரு செட்டப்புக்கு வந்தாச்சு. இனி ஒரு சேர்ந்த மங்கல்லையும் கூட கிடைச்சா நல்லா இருக்கும். அது போட்டும், விஷயத்துக்கு வாங்க. உங்களுக்கு என்ன வேணும்? இது என்னலே? இது 150 ரூபா. அண்ணா ஆ தீப்பெட்டி யோ, வரும். காலையில தீப்பெட்டி கேட்டுக்கிட்டே என்ன கிண்டல் பண்றியா? உன்னை என்ன பண்ற பாரு சார். இது ஜவுளி கடை சார். இங்க வந்து தீப்பெட்டி கேக்குறேன் சார். பாரு உன்னை என்ன பண்ண போறேன்னு. உன்னை எல்லாம் ஹலோ ഹലോ. അണ്ണാച്ചി വലിയ ഹോൾഡാണല്ലോ. പോലീസിനെ വിളിച്ചില്ലതേ പോലീസ് വന്നു. അയ്യോ, കിടക്കണതിന് മുമ്പ് വന്നാച്ചേ. എന്താ ഹമീദിന്റെ മസിൽ പവർ നോക്കുന്നോ? വേണം സാർ, ഞാൻ വന്ന് ഏഴേ സാർ. അതെ, നാട് മുഴുവൻ ചിന്ന വീടുള്ള കടയിൽ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് വന്ന പെണ്ണിനെ നീ വളയ്ക്കാൻ ശ്രമിച്ചോടാ. അത് വന്ന് ചിന്ന തപ്പ് നടന്നു പോച്ചു സാർ. മന്നച്ചിരക്ക് സാർ. നീ അവളെ കേറി പിടിച്ചോടാ സാർ. ഏതാവത് തപ്പ് നടന്നാ മന്നച്ചിരക്ക് സാർ. നീ അവളെ ശമ്പളം എന്താ കൊടുക്കാത്തത്? ഞാൻ കണ്ടിപ്പാ കൊടുത്തിട്ടായിരുന്നു സാർ. അവ சொல்றது പോയി സാർ. ഇന്ന് രാവിലെ ജോലിക്ക് വന്ന ഇവളെ നീ വളച്ചോ? ഓ സാർ, തെരിയാമ തപ്പ് നടന്നു പോച്ചു സാർ. മന്നച്ചിരക്ക് സാർ, മന്നച്ചിരക്ക് സാർ. പക്ഷേ ഇവനൊന്ന് തപ്പുന്നോ? രാവിലെ കടയിൽ സാറുണ്ടായിരുന്നതുകൊണ്ടാ. ഇല്ലെങ്കിൽ കടയിൽ വെച്ച് തന്നെ ഞാൻ ഇവനെ ഒന്ന് തപ്പിയനെ. സാർ ദയവ് സെഞ്ച് എന്നെ കാപ്പാത്തുക സാർ. ഞാൻ ഒരു തപ്പും പണില്ല സാർ. എന്നാ നീ ഉണ്മ ചൊല്ലേ. നിനക്ക് എവിടുന്ന ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ പണം? സാർ അത് വന്ന് ഞാൻ ചിന്ന വയസ്സിലിരുന്ന് ഇൻസ്റ്റാൾമെന്റ് വേലയെല്ലാം പண்றேன் സാർ. ഇതല്ലാമ ചിട്ടി വട്ടി എല്ലാമേ എനിക്ക് ഇരിക്കും സാർ. ഇതും അല്ലാമ എല്ലാத்துக்கும் மேலே கடவுள் அண்ணா அம்மா கிருபை. പിന്നെ വന്ന് എൻ ഉഴപ്പ് ഇருக்கு സാർ, തനി ഉഴപ്പ് ഇருக்கு. എന്തിനാടാ എംജിആറിന്റെ ജയലളിതയുടെ പേര് ഇത് വലിച്ചഴിക്കുന്ന? നിന്റെ ഒരു ഉഴപ്പ്. അമിതേ, ഉഷേ അവനോടൊന്ന് സ്നേഹമായിട്ട് ചോദിക്കേ. സാർ തുണി ബിസിനസ് നടത്തിയിട്ട് ഇരുന്ന് എന്നോട് തുണി അഴിക്കരുത് சொல்லுங்க സാർ. എന്നാ നീ സത്യം പറ, നിനക്ക് എവിടെ നിന്ന് പണം? പറയാം സാർ, ഞാൻ എല്ലാം പറയാം. അന്ന് ഞാൻ വത്സമ്മ വീട്ടിക്ക് ഇൻസ്റ്റാൾമെന്റ് പിരിവുക്കായ ചെന്നപ്പോൾ പോലെ വനം എടുത്ത മന്നേ അമ്മാവെ വണങ്ങാറ ഉയരില്ലയേ, അമ്മ എന്നഴക്കാമ ഉയർവില്ലയേ. അറിവേട്ട മുണ്ടം പാത്തു പോയാ എങ്കേന്ന് വരടാ വത്സമ്മ. അമ്മ ஐயோ, அதுக்கப்புறம் அந்த பாவி என்ன பார்க்கறதுக்கு வந்த. இந்த விஷயம் வெளியில சொல்லிடாத, எவ்வளவு தொட்டு வேணாலும் தர்றேன்னு சொன்ன. എത്ര തന്നു? 2 ലക്ഷം. 20. എടാ പാവി, കിട്ടിയ കാശ് കൊണ്ട് നിനക്ക് നാട്ടിലെങ്ങാനും പോയി ജീവിച്ചാ പോരെ? അപ്പൊ നിനക്ക് കേരളത്തിൽ തന്നെ ചിന്ന വീട് വേണം അല്ലേടാ? ഇപ്പൊ എത്ര ചിന്ന വീടുണ്ട്? 2. അത് 20. അപ്പൊ ഇത് എത്രാമത്തെ ആയിട്ട് വരും? 21 സാർ എന്നെ വിട്ടിടുങ്ക സാർ, എന്നെ വിട്ടിടുങ്ക. ഇവനെ അങ്ങനെ കൊണ്ടു. സാർ 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 ഞാൻ சொல்றது കേളു സാർ. സാർ ചേട്ടാ ഞാൻ ഇറങ്ങാണേ. ഓ മിസ്റ്റർ ബാബുക്കുട്ടൻ പുറത്തേക്ക് പോവാണോ? അതെ. നിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചിലത് അറിയാനുണ്ട്. ഒന്ന് DIG ഓഫീസ് വരെ വരണം. ഞാൻ എന്തിനാ വരുന്നത്? അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാം.
എന്നെ Take it. ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ. ഞങ്ങളുടെ ലോ കോളേജിന്റെ എല്ലാ ആക്ടിവിറ്റീസിനും ഏറ്റവും മുന്നിൽ നിന്ന ആളായിരുന്നു നിഷ. ആൺപെൺ വ്യത്യാസമില്ലാതെ ഒത്തിരി സുഹൃത്തുക്കൾ അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനുമായിട്ട് എപ്പോഴും വഴക്കിടുമായിരുന്നു. തനിക്കെന്താടോ കണ്ണുണ്ടൂടെ? സോറി, ശ്രദ്ധിച്ചില്ല. എന്തോന്ന് സോറി? കോളേജിനുള്ളിൽ ഇരുചക്ര വാഹനം പാടില്ലെന്ന് കോടതി വിധിയുണ്ട്. എന്നിട്ടും വണ്ടി കയറ്റിയത് തന്റെ ധിക്കാരം. പോരാഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലക്കാർഡ് നശിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വം ചെയ്തതല്ല. അതെ, താൻ മനഃപൂർവ്വം ചെയ്തതാ. ഇതിന് സമാധാനം പറഞ്ഞിട്ട് താൻ പോയാ മതി. നിർത്തടി. നീ ആര്? കോളേജ് പ്രിൻസിപ്പലിന്റെ മോളോ? ഒരു അബദ്ധം പറ്റി അതിന് സോറിയും പറഞ്ഞു. ബാബുട്ടാ നീ വണ്ടി എടു. എന്നാ എനിക്കതൊന്നും കാണണം. എടി, നീ ഒരു പെണ്ണാ, അത് മനസ്സിലാക്ക്. പിടിച്ചാൽ തള്ളുന്നുണ്ടല്ലോ, മൂക്കും കുത്തി താഴെ എന്നാ കിടക്കും. നീ തള്ളടാ. അത്യാവശ്യ സ്ത്രീ സുരക്ഷയൊക്കെ ഞാൻ പഠിച്ചതാ. ഇവനൊക്കെ നല്ല ഇടി കൊടുക്കാൻ ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നിഷേ, അത് വിട്. ബാബു കൂടെ ഒരു അബദ്ധം പറ്റിയതല്ലേ, പോട്ടെ. അതെ, ഇതിന്റെ പേരിലേ ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട. നിഷ മാറിക്ക്, അളയപ്പോ എല്ലാരും മാറിക്ക്. ആ പോട്ട് പോട്ട് പോട്ട്. ആ എടുത്തോണ്ട് പോളിയാ. ആ പോട്ട്. ആ പോട്ടെന്നേ, വാ. സൂപ്പർ വിഷ്വൽസ്. ഇത് നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് അടുത്ത ബുള്ളറ്റിൽ കൊടുക്കാം. താങ്ക് യു സർ. സമൂഹത്തിലെ ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഹലോ, P7 ഒരു വിഷ്വൽ ഇട്ടിട്ടുണ്ട്. അത് ഹെഡ്ലൈനിൽ കൊടുക്കട്ടോ. ശരി ശരി, താങ്ക് യു താങ്ക് യു, സർ. ഓക്കെ. വീഡിയോ എടുക്കല്ലേ? നിന്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ വിടുള്ളൂ. അടങ്ങി നിക്കണേ അവിടെ. ഒതുങ്ങി നിക്കവിടെ. കിടക്കാതെ അവിടെ നിന്നെ രക്ഷിക്കാൻ വരുന്നില്ല. വിളിക്കാതെ അവിടെ അടിച്ചോടിക്കണ.